പല രക്ഷിതാക്കളും പിന്നെ അവിടെ പോയതിനു ശേഷം ആണ് പിന്നെ പറയുന്നത്, പിന്നെയാണ് അവർ റിവീൽ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അവിടുത്തെ പ്രശ്നം? രക്ഷിതാക്കൾ പറഞ്ഞതിലേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്, അതായത് ഈ ഡിഫറെന്റ് ആൾസ്, ഞാൻ നേരത്തെ തുടക്കത്തിൽ കാര്യം പറഞ്ഞു, അതായത് അമലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പാടില്ല നിങ്ങൾ രക്ഷിതാക്കള് മോശമായതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ മോശമായത് ഓൻ വേണ്ടിയില്ലേ എന്ന് പറയാൻ പാടില്ല. അതേ സമയത്ത് അമലിനെ പോലെ ആവാൻ കഴിയുന്ന കുട്ടികൾ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും വേണം. അല്ലാത്തവർക്ക് നേരത്തെ പറഞ്ഞ സോഷ്യൽ ക്യാപിറ്റൽ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, എന്തെങ്കിലും രീതിയിൽ ട്രെയിൻ ചെയ്തിട്ട് അവരെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കുക. ഇതാണല്ലോ റെമഡി. ഡിഫറെന്റ് ആർട്സ് സെന്റർ ഏറ്റവും വലിയ പ്രശ്നം മറ്റേ മാജിക്കിലൂടെ ഞാൻ അവർക്കൊരു ജീവിതം കൊടുക്കും. അത് തെറ്റാ. കാരണം അവർ പറഞ്ഞൊരു വാദം തെറ്റാണ്. അവർ പറഞ്ഞത് ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡോക്ടർ CP അബൂബക്കർ സാറിനൊക്കെ പോലത്തെ ആളുകൾ പറഞ്ഞതിൽ വിഡിത്തുണ്ട്. ഓട്ടിസം ഇസ് ഡിഫറെന്റ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട് മൂപ്പരെ. ആ പുസ്തകത്തിലാണ് പറഞ്ഞത് ഓട്ടിസം എന്ന് പറഞ്ഞ തലച്ചോറിന്റെ പ്രത്യേകതയാണ്, ഇവർക്ക് അപാരമായ കഴിവുണ്ട്. തലച്ചോറ് ഒരു വർക്ക് നന്നായി ചെയ്യുമ്പോൾ മറ്റ് വർക്കുകൾ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ കഴിവ് രക്ഷിതാവ് കണ്ടെത്തുക വേണ്ടത്. കണ്ടെത്തിയിട്ട് അതിന് ട്രെയിനിങ് കൊടുത്താൽ അയാൾ ലോക പ്രശസ്തനാവും. അത് കണ്ടെത്താത്ത രക്ഷിതാവ് ഉണ്ടെങ്കിൽ അവരെ കുറ്റക്കാരായിട്ട് ചിത്രീകരിക്കാന്നാണ് അവരെ പോളിസി നിലപാട്. അപ്പൊ അത് തെറ്റാണ്, മണ്ടത്തരാണ്. കാരണം ഓട്ടിസം എന്താണെന്ന് ആർക്കും ഇപ്പോഴും മനസ്സിലായില്ല. പല തരങ്ങളുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാല് എന്താണ് ഓട്ടിസം എന്നുള്ളത് ഈ രീതിയിൽ അവർ ഡെഫിനിഷൻ കണ്ടെത്തല്ല വേണ്ടത്. അവർക്ക് അങ്ങനെ അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പാരന്റ്സ് കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയരാകുകയാണ്. ഞാനൊരു മോശം ഓൾറെഡി തിരസ്കരിക്കപ്പെട്ട ഒരു സമൂഹം, ഓൾറെഡി പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം, ഈ ഒരു വാദം കൂടി കേൾക്കുമ്പോൾ ആ രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു നോളജ് ഓഫ് ഒരു കപ്പാസിറ്റി മുതുകാട് സാറിന് ഇല്ലാതെ പോയതാണ്. അപ്പോൾ ഇത്തരം ആളുകൾ പറഞ്ഞ പ്രശ്നം നമ്മൾ മുഖവിലക്കെടുക്കാനേ പാടില്ല. ഇവര് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് അവിടെ ഉള്ള ഓഡിഷൻ പരിപാടികളൊക്കെ നിർത്തിവെച്ചിട്ട് അവിടുത്തെ സയന്റിഫിക് ട്രെയിനിങ് കിട്ടിയ ആളുകളെ അവിടെ പോസ്റ്റ് ചെയ്യുക, ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യാൻ. സ്പെഷ്യൽ ടീച്ചേഴ്സ്, അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ലല്ലോ, അവിടെ ഇല്ല. പിന്നെ നല്ല ഫിസിയോതെറാപ്പി സെന്റർ ഇല്ല. അവർ ഫിസിയോതെറാപ്പി സെന്റർ എന്ന് പറഞ്ഞ കുറച്ച് എക്യുപ്മെന്റ്സ് കാണിച്ചിരുന്ന കാര്യമില്ല. പിന്നെ ഫിസിയോതെറാപ്പി സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് അങ്ങനൊന്നുമല്ല ഫിസിയോതെറാപ്പി സെന്റർ ഉണ്ടാവുക. അപ്പൊ ഫുൾ എക്യുപ്ഡ്, അത്രയും ഫണ്ടും അത്രയും സപ്പോർട്ടും കിട്ടുമ്പോൾ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഈ ഭിന്നശേഷി മേഖലയിലുള്ള വൈഡ് കേസുകളെ പരിശോധിക്കാൻ അനലൈസ് ചെയ്ത്, ഇത് മൈൽഡ് ഓട്ടിസ്റ്റിക് ആൻഡ് മൈൽഡ് MR എന്നുള്ള കാറ്റഗറിയാണ് ഇവരെടുക്കുന്നത്. അത് മാറ്റിയിട്ട് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫണ്ടുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥിതിക്ക് ഈ ഒരു മൊഡ്യൂൾ എങ്ങനെ മാറ്റം വരുത്താം, വൈഡാക്കിയിട്ട് മാക്സിമം കുട്ടികൾക്ക് അഡ്മിറ്റ് ചെയ്യാം. അത്രയും ഫണ്ടുകൾ ആളുകൾ കൊടുക്കും. അപ്പൊ അതിനുള്ള ട്രെയിനേഴ്സിന് വെക്കണം, അതിനുള്ള നല്ല ഫിസിയോസിനെ, നല്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ. ഈ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റുകൾ വേറെയാണ്. ഡെവലപ്മെന്റൽ തെറാപ്പി പുതിയൊരു സെന്റർ, പുതിയൊരു പ്രൊജക്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതും ഇതേ സംഗതി തന്നെ അറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാജിക് പഠിപ്പിച്ചിട്ട് ഇവർക്ക് അരി വാങ്ങാൻ പറ്റുമെന്നുള്ള മണ്ടത്തരം. കാരണം മാജിക്കിന് മുതുകാട് സാറിന് മാജിക് കളിക്കാൻ ആണെങ്കിൽ പോലും വേദിയില്ല. മറ്റേ ഉത്സവപ്പറമ്പുകളിലും പള്ളി പെരുന്നാളിലും ഒക്കെ മാജിക് ഉണ്ടാവും സ്കൂളുകളിൽ. നിങ്ങളോട് മാജിക് കാണോ? അതിന് വിഷ്വൽ മീഡിയന്റെ ഇമ്പാക്ട് ആണ്. അതോടുകൂടി മാജിക്കിന്റെ ഇതൊക്കെ പൊളിച്ചു. അത് മുതുകാട് സാറിനെ പൊളിച്ചിട്ടാണ് ഇങ്ങോട്ട് മാറിയത്. അപ്പൊ അതോട് കൂടിയിട്ട് അത് റൂട്ടില്ലാത്തൊരു സാധനത്തിലാണ് നമ്മള് വളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിവേരില്ലേന് അതിന് വളം ചെയ്തിട്ട് എന്താ കാര്യം? വരുമ്പോ സർക്കാർ തന്നെ ഇതിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇല്ല യഥാർത്ഥത്തിൽ അവിടെ ഇല്ല. അത് ട്രസ്റ്റ് പ്രൈവറ്റ് ട്രസ്റ്റ് അവര് മാത്രം. ഞാൻ ചോദിക്കുന്നത് അതിനുള്ള മൊഡ്യൂൾ തയ്യാറാക്കാനൊക്കെ എക്സ്പേർട്സ് വേണ്ടേ? നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? നമ്മൾ സർക്കാർ സംവിധാനം ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങളിത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആളെ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇവിടെ മാറി കൊടുക്കും. അപ്പൊ ഇതിന് ഏറ്റവും വലിയ കള്ളത്തരം ഇതാണ്. ഇപ്പൊ നേരത്തെ ഒന്ന് ചോദ്യം അതാണ്, ഇതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആണ് എന്നുള്ളത് ഒന്നും നോക്കാതെ നിങ്ങളെ വാക്ചാതുര്യമോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക മാർക്കറ്റിംഗ് കപ്പാസിറ്റിയോ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുക. അത് ഈ പാരൻസിനും കുട്ടികൾക്കും നഷ്ടം വരുത്താണ്. ഇതാണ് നിലവിലുള്ളത്. അതാണ് ഇതിന്റെ പ്രശ്നവും.
അപ്പം മുതുകാട് സാറ് അത് ചെയ്യാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ മറ്റുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അയാൾക്കുള്ള സ്പേസ് അവിടുത്തെ സ്പേസ് കാരണം മുതുകാട് സാർ ഇതിൽ 0 ആണ്, ബിഗ് 0 ആണ്. അദ്ദേഹത്തിന് ഇതിൽ ഒരു വിവരമില്ല, തുറന്നു പറയാം. ഭിന്നശേഷി മേഖലയിൽ ഇപ്പൊ നമ്മൾക്കൊക്കെ വളരെ മൈന്യൂട്ട് അറിവുകള്. 19 കൊല്ലം ഇങ്ങനത്തെ ഒരു കുട്ടിയെ പോറ്റിണ്ടാക്കിയിട്ട് പോലും വളരെ നമ്മൾ അത്ഭുതപ്പെടും പുതിയൊരു കേസ് കാണുമ്പോ. ഇതൊന്നും ഡിഫറെന്റ് ആണല്ലോ, ഓരോ ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ഓരോരുത്തരെ കുറിച്ച് തന്നെയുള്ള പഠനം നടക്കണല്ലോ. ഇപ്പം ഒരു ഓട്ടിസം ബാധിച്ചൊരു കുട്ടി വേറൊരു വീട്ടിലെ ഓട്ടിസം ബാധിച്ചൊരു കുട്ടി തമ്മിൽ വളരെ വ്യത്യാസമാണ്. അപ്പൊ അതില് ഒരു വിവരമില്ലാത്ത പുതിയൊരു മേഖല പെട്ടെന്ന് തുറന്നിട്ട് ചെയ്തതാണ്. അതിൽ മാറ്റം വരുത്താൻ സർക്കാർ ഇടപെടണം. സർക്കാർ കാശ് കൊടുക്കണല്ലേ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കാശ് കൊടുക്കണാണ്. കാശ് കൊടുക്കുന്നവർ ഇടപെടുക. നമ്മളെ പ്രശ്നം അതല്ല, നമ്മളെ പ്രശ്നം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുള്ളതാണ്. അവിടെ ഓഡിഷൻ നിർത്തിവെക്കാൻ പറയണം. എന്നിട്ട് അപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടായപ്പോൾ അവര് പറഞ്ഞതാണ്, ഇതേ നിങ്ങൾ പറഞ്ഞ ഭിന്നശേഷി കേന്ദ്രമല്ല, നിങ്ങളൊരു ആർട്സ് സെന്റർ മാത്രമാണെന്ന്. പക്ഷെ സമൂഹം എന്താ പറഞ്ഞത്? ഈ കമന്റുകൾ, നമ്മളെ വിദ്വേഷപരമായ കമന്റുകളിൽ പറയുന്നതാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ത്യാഗം ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത്. ആ മനുഷ്യൻ അത് പറഞ്ഞില്ല. ആ മനുഷ്യൻ പൊതുവേദിയിൽ വന്നു. അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ സംവദിക്കട്ടെ. ഞങ്ങൾ തുറന്ന വേദി, ചാനൽ, മീഡിയ ഒക്കെ മൂടി വെച്ചതല്ലേ, ഒരു മീഡിയയും സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ഇതേപോലെ നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന പോലെ ഒരു മേശക്കപ്പുറം ഡിബേറ്റിന് 4 ചോദ്യങ്ങൾ അപ്പുറത്തേക്ക് ആ ചർച്ച പോലെ 5ാമത്തെ ചോദ്യം എത്തൂല, അതോടുകൂടി തീരും. ഈ ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇത്തരം ഒരു വിഷയത്തില് പിന്നെ താങ്കള് എന്താ പറയാ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സാറിന്റെ അടുത്തുണ്ട്, അല്ലെങ്കിൽ ആളുകൾ പറഞ്ഞ വാദം പൊള്ളത്തരമാണ് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു പ്രൂഫ് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ, ഇനി പ്രൂഫ് സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടോക്ക് ഷോക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ പറഞ്ഞ എല്ലാവരും ഉണ്ടാവും, രക്ഷിതാക്കളുണ്ടാവും, സാറുണ്ടാവണം, ഞാനുണ്ടാവും.